ഹലോ ഫ്രണ്ട്സ്, മീ അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ജേസൺ സഞ്ജയിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ വിഷയൻ്റെ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ മുതൽ പക്കം എന്ന് പറഞ്ഞതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ മിറൈ എന്ന് പറഞ്ഞതിലത്തെ വൈബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. 3 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് മ്യൂസിക്കിൽ ട്രെൻഡിങ്ങിലൊക്കെയാണ്. പിന്നെ സറണ്ടർ എന്ന് പറഞ്ഞതിൻ്റെ 6 days to go പോസ്റ്റർ വന്നു. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞതിൻ്റെ 6 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഹൗസ് മേറ്റ്സിൻ്റെ 6 days to go പോസ്റ്റർ വന്നു. ഈ ഹൗസ് മേറ്റ്സിലത്തെ മിന്നലി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അർജുൻ ചക്രവർത്തി എന്ന് പറഞ്ഞതിൻ്റെ ടീസർ വരാൻ പോവാണ് ജൂലൈ 28 എന്ന് വെച്ചാൽ നാളെ. അത് 11:07 രാവിലെ പുറത്തിറക്കുന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഹനു രാഘവൂടി. പിന്നെ സാർ മാഡം എന്ന് വെച്ചാൽ തലവൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ തെലുങ്ക് വെർഷനാണ് സാർ മാഡം എന്ന് പറഞ്ഞിട്ടുള്ള പടം. അത് ഓഗസ്റ്റ് 1 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ DC സ്റ്റുഡിയോസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പീസ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ പുതിയ സീസൺ അത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് 22 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഈ 3 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങിയ. പിന്നെ കുഞ്ചാക്കോപൻ, തിലീഷ് പോത്തൻ, സജിൻ ഗോപു, ചിദംബരം ഇവർ 4 ആൾക്കാർ മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്ന ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ നിന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. രതീഷ് ബാലകൃഷ്ണ പൊടുവാളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നു, കഥ എഴുതിയിട്ടുള്ളൂ. എന്തായാലും നല്ല പടമായി വരുന്നു പ്രതീക്ഷിക്കാം. പിന്നെ സാഹസം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ എംപയർ എന്ന് പറഞ്ഞ ബുക്കിന്റെ കവർ പേജ് ആയിട്ട് അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള സത്യനന്ദകാത് മോഹൻലാൽ പടം ഈ പടത്തിന്റെ റിലീസ് ഓണത്തിനാണെന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട് പുതിയതായിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇഡ്ലി കട എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ജൂലൈ 27 വരെ എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെന്ന് അത് 6 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതിനൊരു ചെറിയ പ്രോമോ രീതിയിൽ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ രശ്മികാന്താനും മെയിൻ കഥാപാത്രമായി എത്തുന്ന പടമാണ് മൈസ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പെടുത്താൻ വന്ന് എന്തായാലും ഗംഭീര പോസ്റ്റർ തന്നെയായിരുന്നു. ടൈറ്റിൽ അനൗൺസ്മെന്റ് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ് വന്ന്. എന്തായാലും ഒരു പാൻ ഇന്ത്യ ഫിലിമായി വരുന്ന പടമാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ഈ പടത്തിന്റെ പൂജ അന്ന് രാവിലെ 11 മണിക്ക് നടക്കുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരട്ടെ. രശ്മികാന്താനും ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ AK-64 അജിത് കുമാറിന്റെ 64ാമത്തെ പടം. ആദിത്യ രവിചന്ദ്രനാണ് പടം എടുക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ നായിക എത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു കഥാപാത്രം എത്താൻ പോകുന്നത് സ്വാസിക എന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആൾ ഓൺബോർഡ് ആയിട്ടുണ്ടെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞിടത്തിന്റെ ഇവരെ സാലറി എന്ന് വെച്ചാൽ മെയിൻ ആൾക്കാരുടെ ഋതിക് റോഷന്റെ NTRന്റെ സാലറി എത്രയാണെന്നുള്ള പുറത്ത് വന്നിട്ടുണ്ട്. ഋതിക് റോഷന് 48 കോടിയാണ് സാലറി. അപ്പോൾ നമ്മൾ വിചാരിക്കും NTRന് കുറവായിരിക്കും എന്നുള്ളത്. പക്ഷെ അവിടെ ട്വിസ്റ്റ്, NTRന് 60 കോടിയാണ് ഇതിന്റെ സാലറി. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് ദേവർകൊണ്ടയുടെ 12ാമത്തെ പടം. ഈ പടത്തിന്റെ ട്രെയിലർ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നായിട്ട് പടത്തിന് യുബാര സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. നല്ല ട്രെയിലറായിട്ട് തന്നെ തോന്നിയത്. ട്രെയിലറിന്റെ കമ്പനിയിലാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. ട്രെയിലർ നല്ല ട്രെയിലർ എന്ന് പറയാൻ കാരണം അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വീഡിയോ കണ്ടന്റ് ഭാഗമായിട്ട്, അല്ലാതെ ഭാഷ മനസ്സിലായിട്ടില്ല. കാരണം തെലുങ്ക് ഭാഷയിലെ ട്രെയിലർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്ന കാരണം തന്നെ ഏകദേശം 10 ആയിരിക്കണം ഇതിന്റെ ട്രെയിലർ വരാൻ. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് രസമുണ്ട്. ഡയലോഗും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല തെലുങ്കാൻ്റെ തന്നെ. പിന്നെ സബ് ടൈറ്റിൽ ഇടാന്ന് വെച്ചപ്പോൾ അത് തെലുങ്കാണ് സബ് ടൈറ്റിലും വരുന്നത്. അത് വായിക്കാൻ വെച്ചില്ല. എന്തായാലും ഈ പടത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് വെഫറൽ ഫിലിംസ് ആണുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്താൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. മുന്നേ പറഞ്ഞു കേട്ടിരുന്നതാണ്, ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വെഫറൽ ഫിലിംസിന്റെ ഭാഗത്ത് നിന്ന് അടുത്തായിട്ട് വരാൻ പോകുന്ന പടമാണ് ലോക ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഒരു യൂണിവേഴ്സ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് പടമാണ്. എന്തായാലും ഈ പടത്തിന്റെ ടീസർ നാളെ വരുന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ടീസറിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മിനിറ്റ് 31 സെക്കൻഡ് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വരട്ടെ. പിന്നെ കൂടാതെ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാന്ത എന്ന് പറഞ്ഞ ടീസർ വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റും 14 സെക്കൻഡാണ് ഇതിന്റെ റൺ ടൈമായി പറഞ്ഞു നിൽക്കുന്നത് ഇതിന്റെ ടീസറിന്റെ കാന്തയുടെ. എന്തായാലും രണ്ടും വേറെ ലെവലാവുന്നു പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളിലേക്ക് നോക്കി അടുത്തൊരു വീഡിയോ കാണുന്നതിനും ബൈ.